ഇന്ന് പോണത് ഞാനും കണ്ണൻകുട്ടിയാണ് കേട്ടോ. വളാഞ്ചേരിക്കാണ് പോണത്. നമുക്ക് വീട്ടിലും കൂടെ പോകാണ്ട് അമ്മയുടെ അടുത്തും കൂടെ പോകാണ്ട് അമ്മയുടെ അടുത്ത് പോണതിനൊരു ദുരുദ്ദേശം ഉണ്ട്. അത് എന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഞാനും കണ്ണൻകുട്ടിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെരുപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്, നല്ലതാണ് കേട്ടോ. 200 സംതിങ്ങിന് 2 ജോഡി കിട്ടിയതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്സിൽ കയറിയാൽ ലിങ്ക് അതിൽ കാണാം, അതൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല, കുട പൂജിട്ടി കൊണ്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻകുട്ടി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കുടയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തലവേദന അയ്യരുകളായിരിക്കും, പിന്നെ എനിക്ക് മൈഗ്രെയിൻ ഇളകും, പിന്നെ ആകെ കൂടെ നട്ടപ്രാന്തായിരിക്കും. അപ്പോൾ കുടയൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ ഇതാ പാടത്ത് കൂടെ തത്തൊക്കെ പിത്തക്കച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കുളമംഗലത്ത് നിന്ന്. വളാഞ്ചേരി ഇറങ്ങിയിട്ട് അവരൊരു മസാല ദോശ മേടിച്ചു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കാര്യം പറയാത്തതാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് മിക്കതും ഉണ്ടാവില്ല, കളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ മിക്കതും ഇവനാണ് മിസ് ചെയ്യുക. അപ്പോൾ പിന്നെ എന്തായാലും തന്നെ ഞാൻ മസാല ദോശ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് കയറി. ഞാനൊരു ചായയും അടയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഞാൻ വർത്താനം പറഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചല്ലേ മാർഗമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ പിന്നെ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. എന്തായാലും വീട്ടിൽ ഞാൻ ഇരുന്ന് കഴിച്ചു, നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ അമേലിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഫേഷ്യൽ റൈസർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് അത് മേടിക്കാൻ ഇപ്പം അതിനായിട്ട് വളാഞ്ചേരിക്ക് പിന്നെ വരേണ്ടി വരും. ഏതായാലും ഒരു ട്രിപ്പ് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതും പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ത് ചോദിച്ചാലും അമ്മയ്ക്ക് വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മിഠായിയും കാര്യങ്ങളും എല്ലാം കൂടെ മേടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ നമ്മളിത് നേരെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അമ്മ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂച്ചക്കുട്ട മീനൊക്കെ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവും കേട്ടോ. നമുക്ക് അത്ഭുതം തോന്നും, അത്രയും നല്ലൊരു പൂച്ചക്കുട്ടി. പിന്നെ നമ്മുടെ ചെളുമ്പ് അവിടെ ഇരുന്നിട്ട് നല്ല ഉടായിപ്പായിരുന്നു. പിന്നെ ഞാൻ നിലത്ത് ഇറക്കി ഇരുത്തി കളിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ ഇടിച്ചക്ക സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊടിയിൽ കയറിയിട്ട് ഇടിച്ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട്, പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ല. ഇടിച്ചക്ക ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പിച്ചിട്ട് വീട്ടിനകത്തേക്ക് തന്നെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണിക്ക് ആയപ്പോഴേക്കും നമ്മുടെ സിത്തുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ചുട്ടനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ സംഭവം ദുരുദ്ദേശം ഇതായിരുന്നു കേട്ടോ. TV ഇവിടെ കുറേ വർഷമായി ഇതിവിടെ ഇങ്ങനെ അനങ്ങിയാൽ പാറായിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് എന്നെ എടുത്ത് ട്രോളാണ് എല്ലാം കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചെറിയ നാത്തൂനില്ലേ കുശുമ്പി കള്ളത്തി എന്നിട്ട് ട്രോളിയോണ്ടിരിക്കുക വെറുതെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവളത് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കല്ലേ ചോറുണ്ടേണ്ട സമയത്ത് അങ്ങനെ ചടപ്പ് വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിച്ചാൽ പോവില്ല. അപ്പോൾ അത് ഞാൻ ചെവി പൊത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നെ മാക്സിമം ചടപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിവിയും പെറുക്കി വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.